നമസ്കാരം, ഇത് IBN മലയാളം. CPMന്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കെ രാധാകൃഷ്ണനെ അവതരിപ്പിക്കാൻ നീക്കം. രാഷ്ട്രീയ കേരളം ഞെട്ടുന്ന വാർത്തയാണ് IBN മലയാളം ഇപ്പോൾ പുറത്തുവിടുന്നത്. CPMന്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സർവസമ്മതനായ കെ രാധാകൃഷ്ണനെ അവതരിപ്പിക്കാൻ നീക്കം. പിണറായി വിജയൻ 2 ടേമുകൾ പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിൽ ആരെ മുൻനിർത്തി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്ന CPMന്റെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പ്രതിപക്ഷ പാർട്ടികളും മാധ്യമങ്ങളും ആവർത്തിച്ച് പറഞ്ഞപ്പോഴും ചേലക്കര ഉയർത്തി അത് ഇല്ല എന്ന് തെളിയിച്ച ആത്മവിശ്വാസത്തിലാണ് CPIM. ഒരുപക്ഷെ ചേലക്കരയിൽ പരാജയപ്പെട്ടിരുന്നെങ്കിൽ അത് CPMനെ സംബന്ധിച്ച് ഒരു നിയമസഭാ മണ്ഡലത്തിലെ തോൽവിക്കപ്പുറം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി മുൻകൂട്ടി സമ്മതിക്കുന്നതിന് തുല്യമായേനെ. എന്തായാലും UR പ്രദീപ് എന്ന ഇടത് സ്ഥാനാർത്ഥിയിലൂടെ അന്ത്യശ്വാസം വലിച്ച CPMന് ജീവൻ തന്നെയാണ് തിരിച്ചു കിട്ടിയത്. യഥാർത്ഥത്തിൽ ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് സ്ഥാനാർത്ഥിയുടെയോ പാർട്ടിയുടെയോ അക്കൗണ്ടിലല്ല പ്രവർത്തകർ നൽകുന്നത്. അത് ചേലക്കരയുടെ ജനകീയ മുഖമായ കെ രാധാകൃഷ്ണൻ ഉള്ളതാണെന്നാണ് പ്രവർത്തകരുടെ പക്ഷം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആഞ്ഞടിച്ച UDF തരംഗത്തിൽ കടപുഴകാതെ പിടിച്ചു നിന്നത് ആലത്തൂരിൽ മത്സരിച്ച കെ രാധാകൃഷ്ണൻ മാത്രമായിരുന്നു. സിറ്റിംഗ് MP ആയിരുന്ന രമ്യ ഹരിദാസിനെയാണ് രാധാകൃഷ്ണൻ അന്ന് പരാജയപ്പെടുത്തിയത്. പാർട്ടി പറഞ്ഞപ്പോൾ യാതൊരുവിധ എതിർപ്പും പറയാതെ മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ചാണ് രാധാകൃഷ്ണൻ ലോക്സഭാ പോരിനിറങ്ങിയത്. പാർട്ടിയുടെ പ്രതീക്ഷ കാക്കുകയും ചെയ്തു. ദളിത് വിഭാഗത്തിൽ നിന്നുള്ള CPMന്റെ ഏറ്റവും പ്രമുഖ നേതാവായ കെ രാധാകൃഷ്ണൻ SFIയിലൂടെയാണ് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കം കുറിച്ചത്. 2006 മുതൽ 2011 വരെ കേരള നിയമസഭയുടെ സ്പീക്കറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. 1996 മുതൽ 2016 വരെയും വീണ്ടും 2021 മുതൽ 2024 വരെയും ചേലക്കരയെ പ്രതിനിധീകരിച്ച് 5 തവണ കെ രാധാകൃഷ്ണൻ കേരള നിയമസഭയിൽ പ്രവർത്തിച്ചു. 2ാം പിണറായി സഭയിലെ ജനകീയ മുഖമായിരുന്ന കെ രാധാകൃഷ്ണനെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കി ലോക്സഭയിലേക്ക് അയച്ചതിൽ പാർട്ടി അണികൾക്കിടയിൽ തന്നെ കടുത്ത നിരാശ ഉണ്ടായിരുന്നു. ആ നിരാശ മനസ്സിലാക്കിയാകണം ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൽ രാധാകൃഷ്ണൻ പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞതും ഒന്ന് മാത്രം: നിങ്ങൾക്ക് എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ പ്രദീപിനെ ജയിപ്പിക്കണം. സർവ്വസന്നാഹങ്ങളുമായി UDF പ്രചരണം നടത്തിയിട്ടും രമ്യ ഹരിദാസ് തോറ്റതിന് കാരണം രാധാകൃഷ്ണനോടുള്ള ഈ ഇഷ്ടം മാത്രമാണ്. ഇതോടെയാണ് രാധാകൃഷ്ണനെ മുന്നിൽ നിർത്തി എന്തുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കൂടാ എന്ന ചോദ്യം CPM കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ഉയരുന്നത്. ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നത് പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കുമെന്നും ഒരു വിഭാഗം കരുതുന്നു. കഴിഞ്ഞ മന്ത്രിസഭയിലെ ജനകീയ മുഖമായിരുന്ന ശൈലജ ടീച്ചറിനേക്കാൾ പിണറായിക്ക് താല്പര്യവും രാധാകൃഷ്ണനോടാണ്. എന്നാൽ രാധാകൃഷ്ണനെ മുന്നിൽ നിർത്തി വല്ലവിധേനയും ഭരണം കിട്ടിയാൽ റിയാസിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള സാധ്യതയും ഉണ്ടെന്ന് CPMൽ തന്നെ ഒരു കൂട്ടർ ഭയക്കുന്നു. ന്യൂസ് ഡെസ്ക് IBN മലയാളം.